ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് NGOs ഞങ്ങൾ പാലിക്കും. അതിനകത്ത് ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന് വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. ചെയർമാൻ അദ്ദേഹമാണ് NGO കോൺഫെഡറേഷൻ ചെയർമാൻ. സ്മിത, അനന്തുവിനെ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. അനന്തു ഇപ്പോഴും പറയുന്നത് അതായത് CSR ഫണ്ട് സമാഹരിച്ചുകൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത്. അതിൽ പ്രധാനമായും ഈ NGOകളൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു കോൺഫെഡറേഷൻ രൂപീകരിച്ച് ആണ് അത് ആ കോൺഫെഡറേഷന്റെ ചെയർമാൻ ആനന്ദകുമാറാണ്. അനന്തു പോയിന്റ് ചെയ്യുന്ന പേര് ആനന്ദകുമാർ എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ച ഘട്ടത്തിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതായത് അനന്തു പോയിന്റ് ചെയ്യുന്ന പേര് ആനന്ദകുമാർ എന്ന് തന്നെയാണ്. ഈ കോൺഫെഡറേഷന്റെ ചെയർമാൻ ആനന്ദകുമാറാണ്. ഈ പദ്ധതി ആവിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയത് ആനന്ദകുമാർ എന്ന ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ഈ വാദം കഴിഞ്ഞിട്ടേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് പറഞ്ഞിട്ടില്ല. ജാമ്യാപേക്ഷയ്ക്ക് നമുക്ക് കുറച്ച് ഗ്രൗണ്ടുകളുണ്ട്. നമ്മൾ നാളെ വാദത്തിൻ്റെ സമയത്ത് പറയുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ. അതാണ് അതിനകത്ത് മെയിൻ പറയുന്ന കാര്യങ്ങൾ. അതാണ് അതിനകത്ത് കോൺട്രാക്ച്വൽ വയലേഷൻ മാത്രമേ ഉള്ളൂ. ക്രിമിനൽ കേസ് ആലും നിലനിൽക്കല്ലേ അതിനകത്ത്. അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളില്ലെന്നാണ് നമ്മുടെ വാദം. അതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കില്ല. നമുക്കത് നോക്കിയിട്ട് പറയാം. പുതിയതായിട്ട് സംസാരിച്ചിരുന്നു. ബാക്കി നാളെ വാദത്തിന് ശേഷം പറയാം. അഭിഭാഷകൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എപ്പോഴും ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഈ അനന്തകൃഷ്ണൻ. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഒക്കെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഫണ്ടിങ്ങിൽ അത് കൃത്യമായി വിചാരിച്ചതുപോലെ നടന്നില്ല. ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ അനന്തകൃഷ്ണൻ പറയുകയായിരുന്നു ഈ ഫണ്ടിങ് അല്ലെങ്കിൽ ധനസമാഹരണം അത് കൃത്യമായി നടത്തിയിട്ട് അതുപോലെ മറ്റുള്ള രീതിയിലേക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതെവിടെയൊക്കെയോ ആസൂത്രണം ചെയ്തതിൽ പാളിച്ചകൾ പറ്റി എന്നുള്ള രീതിയിലാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടാലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലരെ ഇപ്പോൾ ഉന്നതരുടെ പേരുകളിൽ ചിലർ അതിൽ പ്രതിയല്ല എന്ന് പറയുന്നു. തൻ്റെ കൂടെ ചേർന്ന് അവർ തട്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ആനന്ദകുമാറിൻ്റെ പേര് എപ്പോഴും ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ നിയമ നടപടികൾ മറ്റെന്തെല്ലാം രീതിയിലാണ് പോവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നാളെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നേരത്തെ അനന്തകൃഷ്ണന്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ ചില വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കും. പ്രതിയുമായി സംസാരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ പറയാമെന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അഭിഭാഷകൻ തയ്യാറല്ല. പക്ഷേ അനന്തകുമാർ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോഴും പിന്നീട് കോടതിയിൽ എത്തിച്ചപ്പോഴും കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴും ഒക്കെ പറയുന്ന കാര്യം എല്ലാവർക്കും ഈ പണം തിരികെ നൽകും. ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതേ അനന്തകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞത് തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തട്ടിപ്പ് കേസിൽ നിരവധി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറയാനുണ്ട് എന്നുള്ള വിവരമാണ് പറഞ്ഞത്. ഏതായാലും അഭിഭാഷകൻ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. നാളെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രതി കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് ഒരു അപേക്ഷ കോടതിയോട് പ്രതി ഉന്നയിക്കുകയായിരുന്നു. ഏതായാലും ഈ അപേക്ഷ കോടതി പരിഗണിച്ചിട്ടുണ്ട്. പ്രതിക്ക് മതിയായ സുരക്ഷ നൽകാനാണ് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഇനി ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ അതിൽ പ്രതിഭാഗം എന്ത് വാദമാകും കോടതിയിൽ ഉന്നയിക്കുക, പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് കേസിൽ പ്രതിക്ക് ബന്ധമില്ല എന്ന് സ്ഥാപിക്കുന്ന എന്തൊക്കെ തെളിവുകളാവും കോടതിയിലേക്ക് എത്തിക്കുക, പ്രതിയുമായി സംസാരിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ അഭിഭാഷകനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എങ്ങനെയാകും എതിർക്കുക, അതെല്ലാം നാളെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷയുടെ ആദ്യ ജാമ്യാപേക്ഷ, ഈ തട്ടിപ്പ് കേസിൽ നിരവധി കേസുകളുണ്ട്. അതിൽ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ആ കേസിൽ എന്തൊക്കെയാകും പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും കോടതിയിൽ പറയാനുണ്ടാകുക എന്നുള്ളത് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ ഉൾപ്പെടെ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കടക്കം പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ പറയുകയും അവരുടെ പേരുകൾ പറയാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടി ഇതിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്.
ശ്യാം, ഒപ്പം തന്നെ തന്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്ക് സുരക്ഷ വേണം എന്നാണല്ലോ പ്രതി കോടതിയിൽ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടിപ്പ് നടത്തിയതിലുള്ള ഭയമാണോ, അതോ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അതുമല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചത് പോലീസ് പറഞ്ഞതുപോലെ തന്നെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു, ആ മാസ്റ്റർ ബ്രെയിനെ പേടിച്ചിട്ടാണോ? അങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അനന്തകൃഷ്ണൻ തന്നെ പലരെയും തള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ കാശ് വാങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ തള്ളി പറയുന്നുണ്ട്. പിന്നെ ആരാണ് ഇടപെട്ടത്? എന്തുകൊണ്ടായിരിക്കാം അനന്തകൃഷ്ണൻ കോടതിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്? ശ്യാം, ശരി. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അനന്തുവിനെ കോടതിയിൽ എത്തിച്ചത്. അനന്തകൃഷ്ണൻ റിമാൻഡിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് അല്പസമയം മുൻപും അനന്തു പ്രതികരിച്ചിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന് അദ്ദേഹവുമായോ ഈ കേസുമായോ ബന്ധമില്ല എന്നുള്ളതാണ്. നിരവധി രാഷ്ട്രീയ നേതാക്കളുടേതടക്കം പേരുകൾ അനന്തകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അനന്തു ഇപ്പോൾ കോടതിയിൽ തന്റെ ജീവന് സുരക്ഷ വേണം എന്നുള്ള അർത്ഥത്തിൽ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു.